നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. റെഡിയായി കഴിഞ്ഞടാ. പക്ഷെ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ചെറിയൊരു മീറ്റിംഗ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ എത്തും. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്ക വലിയേട്ടാ. കാര്യം എന്തൊക്കെയായാലും അച്ഛന് ഞങ്ങളെ കാണുന്നതിനും കാട്ടി തൃപ്തി പ്രസാദേട്ടനെ കാണുന്നത്. ആര് പറഞ്ഞു അത്? എനിക്കെന്റെ മക്കളെല്ലാം ഒരുപോലെയാ. നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ ഹരി. ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അച്ഛനത് വലുതാക്കും. എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ വലിയേട്ടാ ചെയ്യാൻ പറ്റൂ. മതി മതി വെച്ചേക്ക്. ഞാൻ വിളിക്കാം. നീ ഫോൺ വെച്ചോ. എന്താ ഹരി വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കും ഓരോന്ന് പറയുക. എന്തായി? എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അതോടി കഴിഞ്ഞ് പുന്നാരമ്മ വരൂന്ന്. അച്ഛാ, അയ്യോ അച്ഛാ, ഓടി വരണേ. എന്താ മോളെ? എന്താ അച്ഛാ, നമ്മുടെ അച്ചൂട്ടൻ. പറ. അച്ചൂട്ടൻ ബോധം കെട്ടി വീണ് കിടക്കുന്നു. അയ്യോ, മോനെ, അച്ചു, അച്ചു, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ, എണീക്ക്, മോനെ, അച്ചു, എന്ത് പറ്റി? മോനെ, അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, കണ്ണു തുറക്കടാ. അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, 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 മോനെ, മോനെ, കണ്ണു തുറക്കടാ. എടാ അച്ചൂട്ടാ, അച്ചു, മോനെ, അച്ചൂട്ടാ, എണീക്കടാ. അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ. എന്താ രുക്മിണി? എന്താ പറ്റിയത്? മരത്തിന്ന് മറ്റോ വീണതാണോ? അല്ല, ഇവര് മുറ്റത്ത് നിൽക്കായിരുന്നു. നിലവിളി കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്നേ. കാര്യം എന്തെന്ന് ആരെങ്കിലും തെളിച്ചു പറ. അച്ഛാ, അച്ചു പുഷ്പചേട്ടനും കൂടി പഞ്ചഗുസ്തി പിടിക്കുകയായിരുന്നു. എന്റെ കയ്യേലത്തിന് ബലം കൂടി വന്നപ്പോഴാ ഞാൻ നോക്കിയത്. ജയിച്ചു എന്ന് പറയുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. എല്ലാരും ഒന്ന് മാറി നിന്നേ. കുട്ടിക്ക് നല്ലോണം ശ്വാസം കിട്ടട്ടെ. അല്ല, കുട്ടി എന്താ കഴിച്ചത്? രാവിലെ തൊടിയിലും പറമ്പിലും ഒക്കെ ഓട്ടവും ചാട്ടവും ആയിരുന്നു. മാങ്ങയും ചക്കയും ജാമ്പക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പേരക്കമ്പ് വഴി പാഞ്ഞു കയറി പേരക്ക പറിച്ച് തിന്നുന്നത് കണ്ടു. അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും കുട്ടിയെടുത്ത് അകത്തേക്ക് കയറ്റി കിടത്തു. ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ അച്ഛാ? അതിനു മാത്രം ഒന്നും ഇല്ല മോളെ. ഇളം വെയിലടിച്ച് തളർന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ക്രമം തെറ്റിയ ആഹാരവും. ഇതത്ര കാര്യാക്കാനൊന്നുമില്ല. ഞാൻ ചെന്ന് ഗോപാലൻ വൈദ്യരെ ഒന്ന് കണ്ടിട്ട് വരാം. കാറ്റും വെളിച്ചവും കിട്ടുന്ന മട്ടില് കുഞ്ഞിനെ കിടത്തിയാ മതി. രുക്മിണി, ഞാൻ പോയിട്ട് വരാം. കുട്ടി തളർച്ച മാറി കണ്ണു തുറക്കുകയാണെങ്കിൽ ഇത്തിരി ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളം കൊടുത്തേക്ക്. ഹരി പിടിക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഏയ്, ഒരിക്കലുമില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞ അച്ചട്ടാ, വേറെ കുഴപ്പമൊന്നും വരില്ലെന്നേ. വാ, അകത്തുണ്ടേ കിടത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.